ജമ്മുകാശ്മീരിൽ ശുദ്ധികലശം തുടർന്ന് കേന്ദ്ര സർക്കാർ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കി. കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കുരുതിയിൽ പുനരന്വേഷണം ആരംഭിച്ചതോടെ ഭീകരതയുടെ അവസാനത്തെ കണ്ണി മുറിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 90കളിൽ കശ്മീരി പണ്ഡിറ്റുകളെ ഇസ്ലാമിക ഭീകരർ കൊന്നൊടുക്കിയതിന്റെ പല കേസുകളും തേയിച്ചു മായ്ച്ചു കളഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുകയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുകയും 370-ാം വകുപ്പ് അടക്കം റദ്ദാക്കപ്പെടുകയും ചെയ്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സർക്കാർ ജോലി ഉപേക്ഷിച്ച് നാടുവിടണമെന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ തിട്ടൂരം അനുസരിക്കാത്തതിനാലാണ് 27 വയസ്സ് മാത്രം പ്രായമുള്ള കശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിലുള്ള സർക്കാർ നഴ്സ് സരള ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വിരമിച്ച ജഡ്ജി നീലകണ്ഠ ഗഞ്ജുവിന്റെ കൊലപാതകത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ ഏജൻസി ആരംഭിച്ചു. സർക്കാർ നൽകിയ ഉറപ്പ് വിശ്വസിച്ച് 1998-ൽ വന്ധാമ ഗ്രാമത്തിൽ തിരിച്ചെത്തിയ കശ്മീരി പണ്ഡിറ്റുകളായ 23 പേരെ കൊലപ്പെടുത്തിയ കേസും പുനരന്വേഷണത്തിലാണ്. BJP നേതാവ് ടിക്കാലാൽ തപ്ലയുടെ കൊലപാതകം, ബോറടി മാറ്റാൻ പോലും കശ്മീരി പണ്ഡിറ്റുകളെ കൊന്നുതള്ളിയ ബിട്ട കരാട്ടെ എന്ന ഫറൂഖ് അഹമ്മദ് ധാർ എന്ന ഭീകരന്റെ കൊലപാതക പരമ്പരയടക്കം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. അന്ന് പണ്ഡിറ്റുകളുടെ കൊലയ്ക്ക് നേതൃത്വം നൽകിയ പലരും ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരായി വേഷം മാറി, പലരും രാഷ്ട്രീയ നേതാക്കളായി മാറിക്കഴിഞ്ഞു. എന്നാൽ എവിടെ പോയി ഒളിച്ചാലും ഭീകരവാദികളുടെ വേരറുക്കാനാണ് അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം. ജനം, ഡൽഹി. ഇവരുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എല്ലാ ഭീകരതയും ഇല്ലായ്മ ചെയ്യുക, അതിന്റെ അടിവേരറക്കുക, അത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്, അല്ലേ? സുരേഷ്, പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയുടെ ഇസ്ലാമിക തിട്ടൂരത്തിൻ്റെ ഭാഗമായി ആ പ്രദേശം, പിറന്ന മണ്ണ് ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട ഒരു സമൂഹം, തങ്ങളുടെ അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ ഒരു സമൂഹം, ഇത്തരത്തിൽ കശ്മീരി പണ്ഡിറ്റുകളെ ഇത്തരം നിരവധി വിശേഷണങ്ങളിലൂടെ നമുക്ക് കാണേണ്ടി വരും. ഈ കശ്മീരി പണ്ഡിറ്റുകൾ 30 മുതൽ 35 വർഷങ്ങൾക്ക് മുമ്പ് കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ജമ്മു കാശ്മീരിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ഓരോ ആക്രമണങ്ങളും, ആ ആക്രമണങ്ങൾക്ക് പല ആക്രമണങ്ങൾക്കും കേസുണ്ടായിരുന്നില്ല. കേസ് എടുത്ത ആക്രമണങ്ങളിൽ തെളിവ് ഇല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ജമ്മു കാശ്മീരിൽ പോലീസിലുണ്ടായിരുന്നത്. എന്നാൽ കാലം മാറിമറിഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ശക്തമായ നടപടികളാണ് ഇത് സംബന്ധിച്ച് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ആ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അന്വേഷിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 27 വയസ്സുള്ള സരള ഭട്ടിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ്. അതിൽ തെളിവില്ല എന്നുള്ളതായിരുന്നു പോലീസ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്തി. യാസിം മാലിക് എന്നുള്ള ഒരു ഇസ്ലാമിക ഭീകരവാദി ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ വീടടക്കം റെയ്ഡ് ചെയ്യുകയും ഉണ്ടായി. ഒപ്പം തന്നെ വിരമിച്ച ജഡ്ജിയായിട്ടുള്ള നീലകണ്ഠ ഗഞ്ജുവിൻ്റെ കൊലപാതകം, അത് 1989 നവംബർ 4 ശ്രീനഗറിൽ വെച്ചാണ് പട്ടാപ്പകൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിലും തെളിവില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഈ കേസിലും ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. BJP നേതാവ് ടിക്കാലാൽ തുപ്ലുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇല്ല എന്നുള്ളതായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ ഇതിലും ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നു. മുൻ KJLF നേതാവ് പീർ നൂർ ഹക്ക് ഷായെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കശ്മീരി പണ്ഡിറ്റുകൾ ഏതാണ്ട് 23 പേരെ ഒരു ഗ്രാമത്തിൽ കയറി, വധാമ എന്നുള്ള ഗ്രാമത്തിൽ കയറി ചുട്ടരിച്ചു കൊന്ന സംഭവം, അതിലും തെളിവുകളില്ല എന്നുള്ളതായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. ഈ കേസിലും ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ 30-35 വർഷവും മുമ്പ് നടന്ന കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ നരയാട്ട്, അത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരെയും ജയിലറയ്ക്കുള്ളിലേക്ക് അയക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക അന്വേഷണ ഏജൻസിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുരേഷ്, നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.